വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത് ഫസ്റ്റ് സെം ബ്രിട്ടീഷ് ഹിസ്റ്ററിയിലെ ദ മാഗ്ന കാർട്ട എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. കിങ് ജോണിൻ്റെ ഭരണസമയത്ത് അദ്ദേഹത്തിൻ്റെ മിസ്റൂൾ, അദ്ദേഹത്തിൻ്റെ ദുർഭരണം കാരണമായിട്ട് അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷൻ, അദ്ദേഹത്തിൻ്റെ പ്രശസ്തി എന്നുള്ളത് ബെറ്റർ ആയിരുന്നില്ല. അദ്ദേഹം എന്നുള്ളത് ഹെവി ആൻഡ് അൺനെസസറി ടാക്സസ് എന്ത് ചെയ്തിരുന്നു, ജനങ്ങളിൽ നിന്നും വാങ്ങിയിരുന്നു. കാരണം ഈ ഒരു അൺനെസസറി അതുപോലെ തന്നെ ഹെവി ടാക്സസ് വാങ്ങാനുള്ള കാരണം എന്തായിരുന്നു? അദ്ദേഹത്തിന് ലക്ഷറിയിൽ നയിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന് അൺനെസസറി വാറിന് വേണ്ടിയിട്ടും ആയിരുന്നു ഈ ഒരു അൺനെസസറി ആൻഡ് ഹെവി ടാക്സസ് അദ്ദേഹം ഡിമാൻഡ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ബാരൻസ് എൻജോയ് ചെയ്തിരുന്ന ഒരുപാട് പ്രിവിലേജസ് എന്ത് ചെയ്തു, അദ്ദേഹം വെട്ടിച്ചുരുക്കി കർട്ടയിൽ ചെയ്തു. ഇനി മാഗ്ന കാർട്ട എന്നുള്ളത് അദ്ദേഹം ഈ ഒരു കിങ് ജോൺ പറയുന്ന രാജാവ് സൈൻ ചെയ്തിട്ടുള്ള ഒരു ചാർട്ടർ ഓഫ് റൈറ്റ്സ് ആണ്. ഈ ഒരു ചാർട്ടർ ഓഫ് റൈറ്റ്സ് ഒറിജിനലി റിട്ടൺ ചെയ്തിട്ടുള്ളത് ലാറ്റിൻ ഭാഷയിലാണ്. ഇനി നമുക്ക് ചേർച്ചും അതുപോലെ തന്നെ ഫ്യൂഡൽ ബാരൻസും ഡിമാൻഡ് ചെയ്യുന്നുള്ള മാഗ്ന കാർട്ടയിലെ പ്രോമിസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ പറയുന്നത് ചേർച്ച് റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ചേർച്ചിനെ റോയൽ ഇൻ്റർഫറൻസിൽ നിന്നും, രാജകീയ ഇടപെടലുകളിൽ നിന്നും ചേർച്ചിനെ ഫ്രീ ചെയ്യുക. അതുപോലെ തന്നെ ബാരൻസിനെ ഇല്ലീഗൽ ഇംപ്രിസൺമെൻറ്റിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക. ക്വിക്ക് ജസ്റ്റിസ് ആക്സസ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്യൂഡൽ പേയ്മെൻറ്റ്സ്, കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫ്യൂഡൽ പേയ്മെൻറ്റ്സ് ലിമിറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു മാഗ്ന കാർട്ടയിൽ ഉണ്ടായിട്ടുള്ള പ്രോമിസസ് എന്നുള്ളത്. ആർക്ക് വേണ്ടിയിട്ടുള്ള പ്രോമിസസ്? ചേർച്ചിനും ഫ്യൂഡൽ ബാരൻസിനും അവർ ഡിമാൻഡ് ചെയ്തിട്ടുള്ള പ്രോമിസസ് ഒക്കെയാണ് ഈ ഒരു പ്രോമിസസ് എന്നുള്ളത്. ഹിസ്റ്റോറിയൻസ് ജനറലി വാദിക്കുന്നുണ്ട് മാഗ്ന കാർട്ട എന്നുള്ളത് ഇംഗ്ലീഷ് ലിബർട്ടീൻ്റെ ഒരു കീ സ്റ്റോൺ തന്നെയാണ്. അതുപോലെ തന്നെ പവർ ഓഫ് ദ കിങ്ങിൻ്റെ ആ ഒരു അധികാരം എന്നുള്ളത് പെർമനൻ്റായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്, നിയന്ത്രിക്കുന്നുണ്ട് ഈ ഒരു മാഗ്ന കാർട്ടയിലൂടെ. അതുപോലെ തന്നെ 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് എസ്പെഷ്യലി വിഗ് പാർട്ടി ഫോളോസ് ചെയ്യുന്നവർ മാഗ്ന കാർട്ട എന്നുള്ളത് ഇംഗ്ലീഷ് ഡെമോക്രസീൻ്റെ ബേസിസ് ആയിട്ടാണ് കാണുന്നുള്ളത്. ഇനി മാഗ്ന കാർട്ട എന്നുള്ളത് ജസ്റ്റ് എ നെഗോഷ്യൻ ബിറ്റ്വീൻ, ഈ ഒരു മാഗ്ന കാർട്ട എന്നുള്ളത് കിങ് ജോണിൻ്റെയും ബാരൻസിൻ്റെയും ഇടയിലുള്ള ഒരു നെഗോഷ്യനാണ്. ഫ്യൂഡൽ റൈറ്റ്സിൻ്റെയും ജസ്റ്റിസ് സിസ്റ്റത്തിൻ്റെയും മേലിലുള്ള കിങ് ജോണിൻ്റെയും ബാരൻസിൻ്റെയും ഇടയിലുള്ള ഒരു നെഗോഷ്യനാണ്. അതുപോലെ തന്നെ ഇതൊരിക്കലും ഒരു ഹ്യൂമൻ റൈറ്റ്സ് സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഈ ഒരു മാഗ്ന കാർട്ട ജസ്റ്റ് ഒരു നെഗോഷ്യം മാത്രമാണ്, ജസ്റ്റ് ഒരു ഉടമ്പടി മാത്രമാണ് കിങ് ജോണിൻ്റെയും ബാരൻസിൻ്റെയും ഇടയിലുള്ള. എന്തിനു വേണ്ടിയിട്ട്? ഫ്യൂഡൽ റൈറ്റ്സിനും ജസ്റ്റിസ് സിസ്റ്റത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള കിങ് ജോണിൻ്റെയും ബാരൻസിൻ്റെ ഇടയിലുള്ള ജസ്റ്റ് ഒരു നെഗോഷ്യം മാത്രമാണ് മാഗ്ന കാർട്ട, നോട്ട് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഒരിക്കലും മനുഷ്യാവകാശങ്ങളിൽപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് അല്ല ഈ ഒരു മാഗ്ന കാർട്ട എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക.